ബാക്കിയെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റ് ട്വിസ്റ്റ് ആയിരുന്നു, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു. ആക്സിഡന്റ് ആന്റിസിപ്പേറ്റഡ് ആയിരുന്നു, ഒരു ആക്സിഡന്റിലായിരുന്നു. പൊതുവെ പടം നന്നായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു സോങ് സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് അടിപൊളി. പിന്നെ ആക്ടിംഗ് ഒക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ആക്ഷനൊക്കെ സൂപ്പറായിരുന്നു. നല്ല പടമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് എല്ലാം വളരെ നന്നായിട്ട് പോയി. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ് ചെറിയ ലാഗ് ഉണ്ടെങ്കിലും ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. ആ ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം സൂപ്പറായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പിന്നെ വില്ലനായിട്ട് സിദ്ദിഖാൻ്റെ സൂപ്പറായിട്ടുണ്ട്. പൊതുവെ ഒരു ഫാമിലി എന്റർടൈനർ സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ക്ലൈമാക്സ് മാത്രമല്ല, പ്രത്യേകിച്ച് പാട്ടുകൾ, ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ പാട്ടുകൾ എല്ലാം നമ്മൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്ന പാട്ടുകളാണ്. ഇത്രയും നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഔസേപ്പ് സാറിൻ്റെ പാട്ടുകൾ, നല്ല പാട്ടുകൾ, ആക്ഷൻസ് ഒക്കെ നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്തു. നന്നായിരുന്നു. ഒരു ന്യൂ കമർ എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ഇനി ഒരു പുതിയൊരു താരോദയം. തീർച്ചയായിട്ടും ഭാസ്കർ നന്നായിട്ട് തന്നെ ആക്ഷൻ സീൻസും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. ചെയ്തിട്ടായിരുന്നു. നല്ലൊരു അനുഭവം. കഥ, തിരക്കഥ എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. അതെ, എന്റർടൈൻമെന്റ്. നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലി മൂവി ആയിട്ട് കണക്കാക്കാൻ പറ്റും. ആക്ഷൻ ത്രില്ലർ രണ്ടും ഉണ്ട്. ശരി, ഫാമിലി മൂവിയാണ്, ആക്ഷനും ഉണ്ട്. അത്യാവശ്യം ആക്ഷൻ, നല്ല കൊറിയോഗ്രാഫി അടിപൊളിയായിരുന്നു. നല്ല കൊറിയോഗ്രാഫി ആദ്യമേ വന്നപ്പോൾ മനാഫാണ് പ്രതി വിചാരിച്ച്, മൊത്തത്തിൽ ടേസ്റ്റ്. പിന്നെ പൈസയാണോ ഒന്നും മനസ്സിലായില്ല. അവസാനമായപ്പോഴാണ് സൂപ്പർ. മൊത്തം സീക്വൻസ് സെലക്ട് ചെയ്ത സ്ഥലങ്ങളും അത് അടിപൊളിയുണ്ടായിരുന്നു. അവസാനത്തെ ആ ഒരു കടലിൻ്റെ സീന് സൂപ്പറായി. അത് നമ്മളെ ട്വിസ്റ്റ്, ക്ലൈമാക്സ് അത് ഒരു വൈബായിരുന്നു കേട്ടോ. നമ്മളാകപ്പാട് എല്ലാവരെയും നമ്മൾ ഈ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചിട്ട് അവസാനമാകുമ്പോൾ പൊളിച്ചു. ഒരു വ്യത്യാസമായി. നമസ്കാരം, ഞാൻ അഷ്കർ സൗദാൻ. ഞങ്ങൾ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളിപ്പോൾ സ്റ്റാർ ഗലേറിയ എന്ന തിയേറ്ററിലാണ് ദുബായിലുള്ള ഹയാത്തിൻ്റെ അടുത്തുള്ള സ്റ്റാർ ഗലേറിയയിൽ നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങളിപ്പം ഷോ കഴിഞ്ഞു, ബെസ്റ്റി കഴിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തോടെ നല്ല അഭിപ്രായം പറയുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്. കാരണം ദുബായിൽ ഇപ്പം ഞങ്ങളുടെ സിനിമ ബെസ്റ്റ് റിലീസായിരിക്കുകയാണ്. എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദുബായിലുള്ള എല്ലാവരോടും, എല്ലാ മലയാളികളോടും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ ഡയറക്ടറുണ്ട്. എൻ്റെ പുതിയ റിലീസാണല്ലോ ഇപ്പോൾ കേസ് ഡയറി എന്ന് പറഞ്ഞ മൂവിയാണ്. ബെൻസി പ്രൊഡക്ഷൻസ് തന്നെയാണ് കേസ് ഡയറി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ പോലീസ് ഓഫീസറായിട്ടാണ്. ബെസ്റ്റിയിൽ വേറൊരു പ്രത്യേകതരം കഥാപാത്രമാണ്. നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു സസ്പെൻസും ആക്ഷനും നല്ല സോങ്ങും സെൻറ്റിമെൻസും കോമഡിയൊക്കെ ഇണക്കി ചേർത്തിട്ടാണ്. ഡയറക്ടർ ഷാനു സമദാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. KV അബ്ദുൽ നാസർ സാറാണ് അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. അക്ബർ ട്രാവൽസ് ആണ് അതിൻ്റെ മെയിൻ ലീഡ് ചെയ്യുന്നത്. ഡയറക്ടർ ഷാനു സമദ്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങളുണ്ടാകത്തില്ല, ഞാൻ കൊടുക്കാം. ഈ 13-ാം തീയതി ബെസ്റ്റ് GCCയിൽ മുഴുവൻ റിലീസായിട്ടുണ്ട്. അത്യാവശ്യം കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞുള്ളത്. ഇപ്പോഴും ഞങ്ങൾ തിയേറ്റർ സന്ദർശിക്കാൻ എല്ലായിടത്തും പോയിരുന്നു. എല്ലായിടത്തും ഒരു നല്ല സന്തോഷത്തിൽ ഇതിലത്തെ തമാശകളും ആക്ഷനും ഒക്കെ ആസ്വദിച്ച് വരുന്നു. എല്ലാവരും ഇതിലത്തെ ക്ലൈമാക്സ് ട്വിസ്റ്റിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ സംസാരിച്ചു. അത് കേട്ടതിൽ തന്നെ സന്തോഷം. സിനിമ നിങ്ങളടുത്ത തിയേറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവർ ഈ സിനിമ അടുത്ത ദിവസം തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.